കഴിഞ്ഞ 14 വർഷമായി ഈ തിരുവനന്തപുരം ജില്ലയുടെ വിവിധ തുറകളിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികളെ ക്ഷേമത്തിന് ഈ പറഞ്ഞ മഴയാണ് നമ്മുടെ മാനവീയം ക്യൂർട്ടിസ് 24 ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഗ്യാതറിങ്ങിൽ എന്നെ വിളിച്ചതിനും ഇങ്ങനെ ഒരു അവസരം തന്നതിനും താങ്ക് യു സോ മച്ച്. ഈ ഫംഗ്ഷനിലേക്ക് എന്നെ വിളിച്ചത് ആക്ച്വലി നമ്മുടെ സ്വന്തം IP ചേട്ടനാണ്, IP ബിനുവാണ്. ബിനു ചേട്ടൻ ആക്ച്വലി നിങ്ങളുടെ ക്യൂർ ആയിട്ട് മീൻസ് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ, കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു എന്താണ് നമ്മുടെ പ്രിയ സുഹൃത്തും ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തകനാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു എനിക്ക് കുടുംബശ്രീ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് IP ആണ്, IP ബിനു ചേട്ടനാണ്. അപ്പം ആ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ സോഷ്യൽ മീഡിയ വഴി നേരിട്ടൊക്കെ കണ്ട ആളാണ്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് അടുത്ത് നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് സമൂഹത്തിൽ. പലയിടങ്ങളിലും പല വേദികളിലും കർമ്മമേഖലകളിലും തിളങ്ങുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് എല്ലാവരും ആശംസകൾ നേരുന്നു. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ ഈ മാനവീയ വേദി വളരെ പ്രശസ്തമായ സാംസ്കാരിക കൂട്ടായ്മയാണ്. അപ്പോൾ ആ കൂട്ടായ്മയിൽ ഇടകലർന്ന് പ്രവർത്തിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു ഈ ഫെസ്റ്റിൽ പങ്കെടുക്കാനും വേദികരിക്കുന്ന വ്യക്തികളോടൊപ്പം അത് വേദി പങ്കെടുക്കാനും പറ്റിയ അവസരം താങ്ക് യു സോ മച്ച്. ഒന്നുകൂടെ ഈ മാനവീയം ഫെസ്റ്റിന് എല്ലാവരുടെ ആശംസകളും. താങ്ക് യു സോ മച്ച്. നമുക്ക് ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്താൻ നമ്മോടൊപ്പം ഉള്ളത് മുൻ MP കൂടിയായിട്ടുള്ള ശ്രീ പന്നി രവീന്ദ്രൻ അവർകളാണ്. അദ്ദേഹത്തെ എത്രയും ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. വേദിയിലുള്ള എല്ലാ ബഹുമാനരും, മാനവീയം വേദി എന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക കൂട്ടായ്മയുടെ കേന്ദ്രമാണ്. അവിടെയാണ് നമ്മുടെ നാട് എന്നത് നല്ല മനുഷ്യരുടെ നാടാണ്. ആ നന്മയുടെ ഭാഗമാണ് പ്രവർത്തിക്കുന്നതുമാണ്. ഓരോ മനുഷ്യൻ്റെയും സുഖദുഃഖങ്ങൾ അവരൻ കണ്ടറിയണം, പരിഹാരമുണ്ടാക്കാൻ അവൻ കൂടി ചേരണമെന്നാണ് നമ്മുടെ എല്ലാ മഹാന്മാരും പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഈ ഭാഗം മാനസികമായുള്ള ദുരിതങ്ങളും ദുഃഖങ്ങളും ഏറ്റ് ഒരു സഖ്യവുമില്ലാതെയാണ് ഈ പോരാട്ടത്തിലായത്. ആ പോരാട്ടം വിജയത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് നല്ല കാര്യം. ഓരോ മനുഷ്യനും പ്രായപൂർത്തി എത്തിയാൽ അവരുടെ വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വത്തെ പല സ്ഥലത്തിലും അപമാനിക്കപ്പെടുമ്പോൾ അവർ മനസ്സാ ദുഃഖിക്കുന്നു, പ്രതിഷേധിക്കുന്നു. ഒത്തിരി അഭിമാനത്തോടു കൂടിയും ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. കാരണം ഇവിടെ കൂടിയിരിക്കുന്ന ഒരു നല്ലൊരു ശതമാനം ആൾക്കാരും ഇടയും കുടുംബത്തിൻ്റെ ഭാഗമായി ഉള്ള ഒരു സ്ഥാപനമാണ് ഡെയിൽവ്യൂ. ഡെയിൽവ്യൂവിനെ സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷത്തിലേറെയായി ട്രാൻസ്ജെൻഡർ സുഹൃത്തുക്കളോടൊപ്പം യാത്ര ചെയ്യുന്നു. നമസ്കാരം. സ്റ്റേജിൽ ഇരിക്കുന്ന വിശിഷ്ടാതിഥികൾക്കും അതുപോലെ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന ഒരുപാട് നല്ല സുന്ദരികൾക്ക് എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. ഈ ഒരു മഴയുടെ സായന്തനത്തിലും എല്ലാവരും ഒത്തുചേർന്നതും അതുപോലെ ഈ കൂട്ടായ്മയുടെ കൂടെ പങ്കുചേർന്ന് നിൽക്കുന്നതിൽ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് എനിക്കും ഇന്നിവിടെ എത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നു 2016 ദിയയായിട്ട് സംസാരിച്ചിട്ട് ഈ ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഞാൻ കൂടുതൽ അറിയുന്നത്.
എനിക്കും ഒരുപാട് സാധാരണക്കാരെ പോലെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒരു LGBTQ A+ കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഞാൻ കൂടുതൽ ചോദിക്കുകയും നീ അതിനെക്കുറിച്ച് പറയുകയും അതിനുശേഷം മനുഷ്യർക്ക് ആഘോഷിക്കാൻ ഇങ്ങനെ ഒരു വേദി ഉണ്ടാകട്ടെ എന്ന് എൻ്റെ എല്ലാവിധ ആശംസകളും പറയുകയാണ്. ഹാപ്പി പ്രൈഡ് ഓൺ. താങ്ക് യു. ബഹുമാനിയായ അധ്യക്ഷ ശ്യാമ എസ് പ്രഭ, TGCell സ്റ്റേറ്റ് പ്രൊജക്ട് ഓഫീസറാണ് നമ്മൾ ട്രാൻസ്ജെൻഡർ സെല്ലിൽ. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് അംഗമാണ്. കൂടാതെ തന്നെ നമ്മൾ ഇന്ന് ഈ ഒരു ക്യൂർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനിയായ ഇഷാന്ത് ഗായകൻ, അതുകൂടാതെ തന്നെ നമ്മുടെ മുഖ്യ പ്രഭാഷണം സഖാവ് ശ്രീ പന്നിയൻ രവീന്ദ്രൻ XMP ആണ്. കൂടാതെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയ ക്യൂർ സുഹൃത്തുക്കളെ, സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ മലബാർ ഏരിയയിൽ അദ്വൈത കൾച്ചറൽ സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു സംഘടന രൂപീകരിക്കുമ്പോൾ സ്റ്റേറ്റ് ലെവലിൽ വിരലിലെണ്ണാവുന്ന സംഘടനകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ മാതൃകയാക്കാൻ നമുക്ക് എത്ര സംഘടനകൾ ഉണ്ടെന്ന് അന്വേഷിക്കുന്ന സമയത്താണ് ഒയാസിസ് കൾച്ചറൽ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളും മറ്റുള്ളത് വലിയൊരു മാതൃകയെ എന്നെ പോലുള്ള വ്യക്തികൾക്ക് അന്ന് മുതലേ, അത്രയും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സംഘടന, ട്രിവാൻഡ്രത്ത് ഒയാസിസ് കൾച്ചറൽ സൊസൈറ്റി, അതുപോലെ തന്നെ കോഴിക്കോട് പുനർജനി കൾച്ചറൽ സൊസൈറ്റി, അങ്ങനെ ഇത്രത്തോളം കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷനിൽ ഒരു മുഖ്യ എടുത്തു പറയാവുന്ന ഒരു ഓർഗനൈസേഷൻ കൂടിയാണ് ഈ പറഞ്ഞ ഒയാസിസ് കൾച്ചറൽ സൊസൈറ്റി. നമ്മൾ തന്നെ ആശംസകൾ പറയാന്ന് പറയുന്നത് എന്താ പറയാ, ഈ മഴയാണെങ്കിലും വെയിലാണെങ്കിലും നമ്മൾ എല്ലാവരും ഒരുമിച്ച് നമ്മളുടെ പ്രൈഡിന് സഹകരിച്ച് എല്ലാവർക്കും എൻ്റെ പേരിലും ഒയാസിസ് കൾച്ചറിൻ്റെ പേരിലും ഞാൻ ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒയാസിൻ്റെ മരം എന്നും പൂത്തുറഞ്ഞു തന്നെ ഇരിക്കും എന്ന് തന്നെയാണ് എനിക്ക് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ അറിയിക്കാനുള്ളത്. ഈ മഴയാണെങ്കിലും വെയിലാണെങ്കിലും മഞ്ഞാണെങ്കിലും തണുപ്പാണെങ്കിലും ഞങ്ങൾ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളാണ് ഞങ്ങളുടെ ബലം. സന്തോഷം. നന്ദി, നമസ്കാരം. അധികം പറഞ്ഞിട്ടുന്നില്ല, മഴയാണ്, തിരക്കുകളുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട നമ്മുടെ ഉദ്ഘാടകൻ ഇഷാൻ സാറ് ഒയാസിസിന്റെ ഒപ്പം തന്നെയാണുള്ളത്. ഈ മാനവീയത്തിന്റെ തന്നെ കലാസാംസ്കാരിക രീതിയിൽ 13 വർഷമായിട്ട് നിൽക്കുന്ന ഒരു കലാസാംസ്കാരിക പ്രവർത്തക കൂടെയാണ്. എനിക്ക് ഭയങ്കര സന്തോഷം. ഇന്ന് ഈ 5ാമത്തെ എഡിഷൻ മാനവീയം ക്യൂർ ഫെസ്റ്റ് നടക്കുമ്പോൾ ആദ്യമേ തന്നെ എനിക്ക് വളരെ സന്തോഷത്തോടെ പറയേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ആശാൻ സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച് ഇവിടെ വരെ മാനവീയത്തിന്റെ രീതിയിലേക്ക് ഈ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, ഒയാസിസിന്റെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സും പുറത്തുനിന്ന് വന്ന വളരെ കുറച്ച് ആൾക്കാരും, ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഈ ഒരു പ്രൈഡ് റാലിയിൽ പങ്കെടുക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. വലിയ രീതിയിലുള്ള മഴയായിരുന്നു. ഇന്ന് ഈ തെരുവിലൂടെ നടന്നത് ഇവിടത്തെ പോരാളികളാണ്. അവർക്ക് നല്ലൊരു കയ്യടി കൊടുക്കണം, സത്യം. കാരണം ഈ ഒരു തെരുവീതിയിലൂടെ വരുമ്പോൾ എനിക്ക് എന്തോ ഒരു ഭയങ്കര സങ്കടമൊക്കെ എനിക്കുണ്ടായി. അതൊരു ഇമോഷണലായിട്ടൊന്നും ആരും കാണേണ്ട കാര്യമൊന്നുമില്ല. കാരണം മനുഷ്യന്മാർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എല്ലാ മനുഷ്യർക്കും, മനസാക്ഷിയുള്ള മനുഷ്യർക്ക് തോന്നുന്ന ഒരു വികാരം മാത്രമാണ്. സോ എനിക്കത് അതിന്റെ ഭാഗമാവാൻ പറ്റിയതിലും എനിക്ക് ഭയങ്കര അധികം അഭിമാനം കൂടിയാണ്. ഒരു ചരിത്ര നിമിഷം പോലെ തന്നെയാണ് ഇന്നത്തെ പ്രൈഡ് വാക്കിനെ ഞങ്ങൾ കാണുന്നത്. അത് ചെറുതായിട്ട് കാണുന്നില്ല. ഇവിടെ ഇന്ന് ഈ വേദിയിൽ സന്നിധരായി ഇരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പന്നിയൻ രവീന്ദ്രൻ സാർ ആയിക്കോട്ടെ, അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ നൻപൻ ദീപൻ മുരളി, പ്രത്യേകിച്ച് പറയേണ്ട സീരിയൽ സിനിമ ആർട്ടിസ്റ്റാണ്. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ മുതുമുത്തച്ഛൻ എന്ന അളവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സ്വന്തം അനിൽ ചില്ല ചേട്ടൻ. അതുപോലെ തന്നെ ഞാൻ അയാളെ കണ്ടിട്ടൊക്കെയാണ് പഠിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാളായിരുന്നു ആദ്യമേ ഇത്തരം പ്രവർത്തനങ്ങൾ, അതായത് ഈ പറഞ്ഞ മൈനോറിറ്റി മനുഷ്യരുടെ കാര്യം കൂടെ ഇവിടുത്തെ നമ്മുടെ ഒയാസിസിന്റെ പ്രവർത്തകരായിട്ടുള്ള നമ്മുടെ സ്വന്തം സഹോദരിമാര്, ശ്യാമ ആയിക്കോട്ടെ, നക്ഷത്ര, ശ്രീമയി, കുക്കുമമ്മി, അമ്മയ പ്രസാദ്, മായമമ്മി, സന്ധ്യമമ്മി, എല്ലാവരും ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സമ്മതരായ നേതാക്കന്മാർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അപ്പോൾ ഒരു നല്ല സയൻസ് സന്ധ്യ ആകട്ടെ. ഈ മാനവീയ വേദിയിൽ ഒരു കാര്യപരിപാടിയിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഞാൻ അതിഥിയായിട്ട് എത്തുന്നത്. അതിലെന്നേക്ക് ക്ഷണിച്ച സനയ്ക്കും ഈ കുടുംബത്തിനും എൻ്റെ നന്ദി അറിയിക്കുന്നു, ഒപ്പം ആശംസകൾ അറിയിക്കുന്നു. കലാപരമായ കഴിവുകളെ എവിടെയൊക്കെ ആരിലൂടെ എത്തിക്കാൻ പറ്റും എന്ന ചിന്ത തന്നെ വലിയ മഹത്തരമായ ഒരു ചിന്തയാണ്. അപ്പം അത് ഇങ്ങനെ സാക്ഷാത്കരിക്കപ്പെടുന്നതിൽ ഇന്നും തുടർന്നു പോകുന്നതിൽ, കഴിഞ്ഞ സന പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ ഒരു 6 വർഷമായി തുടർച്ചയായി കൊണ്ടുപോവുകയാണ്.
അപ്പോൾ ഇനിയും മികച്ച രീതിയിലേക്ക് ഈ പരിപാടികൾ മുന്നോട്ട് പോകട്ടെ. ഇതിൽ പങ്കെടുക്കുന്നവർക്കും ഇവിടെ സന്നിഹിതരായിരിക്കുന്നവർക്കും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഒയാസിസിന്റെ ഒരു മെമ്പർ കൂടെയാണ്. ബിഗ് ബോസ് സീസൺ 5-ൽ പങ്കെടുക്കുകയും തൻ്റെതായ രീതിയിലുള്ള ഒരു ഇടം അവിടെ നിർമ്മിച്ചെടുക്കുകയും പൊതുസമൂഹത്തിനടക്കം വലിയ മെസ്സേജുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഷോയുടെ തന്നെ നടത്തിക്കൊണ്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓരോരുത്തരും കണ്ടിട്ടുള്ളതാണ്. അഭിനേത്രിയാണ്. ഒരുപാട് പുരസ്കാരങ്ങൾ ഇതിനോടകം നേടിയിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ്. ഞാൻ ഏറ്റവും സ്നേഹമുള്ള നാദിറ മെഹറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നാദിറയ്ക്ക് ഒയാസിസിന്റെ ഒരു അത് കുറച്ചുകൂടി പ്രൗഢഗംഭീരമായ ഒരു വേദിയിൽ തന്നെ സദസ്സിൽ തന്നെ നാദിറയെ ആദരിക്കണം എന്നുള്ളത് ഒയാസിസിന് നിർബന്ധമായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഇന്ന് ഈ വേദി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബിഗ് ബോസിന്റെ 3 പ്രതിഭകളാണ് ഇവിടെ ഉള്ളവരില്ലേ. ബിഗ് ബോസിൽ തന്നെ വന്നു നിന്നുകൊണ്ട് വലിയ രീതിയിൽ ഈ ക്യൂർ രാഷ്ട്രീയങ്ങളടക്കം വളരെ വിശദമായി തന്നെ സംസാരിക്കുകയും ചർച്ചയ്ക്ക് എടുക്കുകയും ചെയ്ത വ്യക്തിത്വങ്ങൾ തന്നെ ഈ വേദിയിലുണ്ട് എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു വസ്തുത കൂടിയാണ്. 2 വാക്ക് സംസാരിക്കുന്നതിനായി നാദിറയെ ക്ഷണിക്കുന്നു. നമസ്കാരം. എന്നെ സംബന്ധിച്ച് മാനവീയം വീഡിയോ ഒയാസിസ് ഒരു പുതിയൊരു അനുഭവമല്ല. കാരണം ഏറ്റവും ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആൺകുട്ടിയായിരുന്ന സമയത്ത് ആദ്യമായിട്ട് പങ്കെടുത്തതും അല്ലെങ്കിൽ പ്രൈഡിന്റെ ഭാഗമായതും ഒക്കെ തന്നെ മാനവീയ വേദിയായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒയാസിന്റെയാണ്. അപ്പം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇതേ വേദിയിൽ നിന്ന് സംസാരിക്കാനും അല്ലെങ്കിൽ ഒരു അവസരം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് അപ്പോൾ ഉണ്ടായിരുന്നു. അത് നിറവേറ്റാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ മറ്റൊരു സന്തോഷം കൂടി പങ്കുവെക്കുകയാണ്. ഞാൻ ഇതിനു മുൻപ് ഒയാസിന്റെ ഭാഗമായിട്ടുള്ള MX മാനവീയത്തിന്റെ 2018 ടൈറ്റിൽ വിന്നറായിരുന്നു. അപ്പം അങ്ങനെ തുടങ്ങിയ ഒരു യാത്രയാണ് ഇപ്പോൾ നിലവിൽ ബിഗ് ബോസ് അല്ലെങ്കിൽ സിനിമ ലോകത്തേക്ക് എത്തി നിൽക്കുന്നത്. അപ്പം എന്തായാലും മുൻപ് തന്ന സപ്പോർട്ടും പിന്തുണയും ഇനിയും ഉണ്ടാകുക. അപ്പം എന്തായാലും ഇന്ന് പങ്കെടുക്കുന്നവർക്കും മത്സരം നടക്കുന്ന ആൾക്കാർക്കും ഒക്കെ തന്നെ ആശംസകൾ അറിയിക്കുന്നു. ഒയാസിസിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അപ്പം താങ്ക് യു സോ മച്ച്. JRF എന്ന ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്ന വളരെ കഠിനമായിട്ടുള്ള പരീക്ഷയിൽ കേരളത്തിലെ ട്രാൻസ് മനുഷ്യർക്കിടയിൽ ആദ്യമായി ആ ഒരു നേട്ടം കൊയ്ത ശ്യാമ എസ് പ്രഭയെ ഒയാസിസ് കൾച്ചറൽ സൊസൈറ്റിയുടെ മാനേജിംഗ് കേരളത്തിന്റെ ഈ വേദി ആദരിക്കുന്നു. വളരെയധികം അഭിമാനത്തിന്റെ നിമിഷം. അതുപോലെ തന്നെ മലയാളികൾക്ക് പ്രിയങ്കരിയായിട്ടുള്ള നടിയൊക്കെ ആയിട്ടുള്ള യമുന റാണി ചേച്ചിയാണ്. ചേച്ചി ജസ്റ്റ് ഒരു ഫോൺ കോൾ മാത്രം ചെയ്തത്, പക്ഷെ വളരെ ഹൃദയത്തിന്റെ ഭാഷയിൽ ചേച്ചി സംസാരിച്ചു. ചേച്ചി വളരെയധികം സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 2 വാക്ക് സംസാരിക്കും. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, ഇവിടെ ഇരിക്കുന്ന നല്ലവരായ എന്താ പറയാ എൻ്റെ സുഹൃത്തുക്കൾ, സഹോദരന്മാർ എല്ലാവരും, ഒരുപാട് സന്തോഷം. ഇങ്ങനൊരു പ്രോഗ്രാമിനെ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ബിഗ് ബോസ് കണ്ടവർക്കറിയാം ഞാൻ എങ്ങനെയാണ് അതിനകത്ത് നിന്നിരുന്നതെന്നും പെരുമാറിയെന്നും.
എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന ഒരാളാണ് ജാൻമണി. ഇന്നും ആ സൗഹൃദം ഞങ്ങൾ തമ്മിൽ നിലനിർത്തുന്നുണ്ട്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. എന്ത് കാര്യത്തിനും എന്താ പറയുക, ചേച്ചി എന്നും പറഞ്ഞ് ജാനു വിളിച്ചിട്ട് എന്നോട് അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു അത്രയും സൗഹൃദം ഞങ്ങൾ തമ്മിൽ ബിഗ് ബോസിൽ വെച്ചുണ്ടാവുകയും തിരിച്ചിറങ്ങിയും അത് കണ്ടിന്യൂ ചെയ്യുകയൊക്കെ ചെയ്യണം. മെമ്പേഴ്സ്, ഒയാസിസിലെ മെമ്പേഴ്സും ബോർഡംഗങ്ങളും നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടാണ് ഇങ്ങനെ ഒരു നല്ലൊരു ഫെസ്റ്റ് നമുക്ക് രൂപീകരിക്കാൻ കഴിഞ്ഞത്. എനിക്ക് നന്ദി അറിയിക്കാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് മികച്ച കർഷകൻ എന്നുള്ള അവാർഡുകൾ പലപ്പോഴും പല വ്യക്തികളും നേടിയിട്ടുണ്ട്. പക്ഷെ ആദ്യമായി ആ ഒരു അവാർഡിന് അർഹയാകുന്ന ആദ്യത്തെ വ്യക്തിയാണ്